മോട്ടറൈസ്ഡ് വീൽ ചെയറിൽ രഞ്ജു വർഷങ്ങൾക്ക് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും മാത്രമല്ല കണ്ടത്. തനിക്കിനി ഏറെ സഞ്ചരിക്കാനുള്ള പ്രതീക്ഷകളും ഏറെയാണ്. കൊല്ലം ചവറ KMMലാണ് ഭിന്നശേഷിക്കാരിയായ രഞ്ജുവിന് ആധുനിക വീൽ ചെയർ സമ്മാനിച്ചത്. രഞ്ജു നാട്ടിൽ ബന്ധുക്കളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ 4 വർഷമായി രഞ്ജു പുറം ലോകം കണ്ടിട്ട്. KMML വീൽ ചെയർ നൽകിയില്ലായിരുന്നുവെങ്കിൽ രഞ്ജുവിന്റെ സ്വപ്നയാത്രകൾ യാഥാർത്ഥ്യമാകില്ലായിരുന്നു. തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച KMMLന് നന്ദി പറയാൻ രഞ്ജു ഫാക്ടറിയിലേക്ക് അതേ വീൽ ചെയറിൽ രക്ഷിതാക്കൾക്കൊപ്പം എത്തി. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും CSR കമ്മിറ്റി അംഗവുമായ V. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സ്നേഹവാത്സല്യത്തോടെ രഞ്ജുവിനെ സ്വീകരിച്ചു. അപ്പോൾ ഇവർ എല്ലാ കൊല്ലവും കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 2% നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നീക്കി വെക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇങ്ങനത്തെ പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. ഇങ്ങനത്തെ അപ്ലിക്കേഷൻ കിട്ടും. അത് നമ്മുടെ ഒരു ഇന്റേണൽ CSR കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി സ്ക്രൂട്ടിനി ചെയ്ത ഏറ്റവും എലിജിബിളായ ആൾക്കാർ ആരാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ലോക്കലുള്ളൊരു കുട്ടിയാണ്, ഇതൊരു നീഡി ആളാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ആവശ്യം പരിഗണിച്ചാണ് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പൊന്മന പ്രദേശം ഖനനത്തിനായി KMML ഏറ്റെടുത്തപ്പോൾ ഓലന്തുരത്തിലേക്ക് മാറിയ താമസിച്ചതാണ് രഞ്ജുവും കുടുംബവും. പണ്ട് സ്കൂളിലേക്ക് അമ്മ എടുത്തുകൊണ്ടു പോയതൊഴിച്ചാൽ വീടിന്റെ അകത്തളങ്ങളിലായിരുന്നു രഞ്ജുവിന്റെ ജീവിതകാലം ഏറെയും. ഞാൻ ഇത്രയും നാളും വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, പുറത്തിറങ്ങാറേ ഇല്ല. എവിടെയെങ്കിലും പോകാൻ ഇവർ വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല. ഇപ്പം എനിക്കതൊരു ഇത് വണ്ടി കിട്ടിയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റി. മകൾക്ക് ചിറക് നൽകിയ KMMLന് അമ്മ നന്ദി പറഞ്ഞു. ഇതിനു വേണ്ടി ശ്രമിച്ച ഹൃദയമാറും ഇത് സാധിച്ചു തന്ന കമ്പനിക്കാരോടും ഞാൻ 1000 നന്ദി പറയും. ചിറക് വെച്ചതുപോലെ എല്ലാവർക്കും സന്തോഷമായി. എറണാകുളത്തെ കമ്പനി രഞ്ജുവിന്റെ അളവിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത വീൽ ചെയർ സുജിത് വിജയൻപിള്ള MLAയും KMML MD P. പ്രദീപ് കുമാറും CSR കമ്മിറ്റി കൺവീനർ MU വിജയകുമാറും PRO PK ഷബീറും വീട്ടിലെത്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ KMML രണ്ടാമത് ഇങ്ങനെ ഒരു വണ്ടി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജുവിൻ്റെ ജീവിതം ആ വീടിനുള്ളിൽ തന്നെ ആകുമായിരുന്നു. കോവിഡിന് ശേഷം പുറത്തിറങ്ങാത്ത രഞ്ജു ഈ വണ്ടി കിട്ടിയതിന് ശേഷം പുറത്തിറങ്ങി ബന്ധുക്കളെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു, സന്തോഷത്തിലാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.